എല്ലാവർക്കും ടേൽസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യരെന്ന നിലയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നത് നമ്മുടെ അടിസ്ഥാന ധർമ്മമാണ്. എന്നാൽ ഈ നന്മ വിവേകമില്ലാതെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ വിനയായി മാറിയാലോ? ലോകം ആചാര്യൻ ചാണക്യനെ ഒരു തന്ത്രജ്ഞനായും മഹാനായ സാമ്പത്തിക വിദഗ്ധനായും ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്രങ്ങൾ ശരിയായതെന്തെന്നും തെറ്റേതെന്നുമുള്ള അറിവ് നൽകുകയും ആശയക്കുഴപ്പമുള്ള സന്ദർഭങ്ങളിൽ പോലും വിജയകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദുഃഖങ്ങളെ പങ്കുവെക്കുന്നത് ആശ്വാസം നൽകുമെന്നാണ് സാധാരണയായി പറയപ്പെടുന്നത്. എന്നാൽ ചാണക്യൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങൾ സഹായം നൽകാൻ ഉപദേശിക്കുമ്പോഴും എല്ലാ വ്യക്തികളും സഹായം ലഭിക്കാൻ യോഗ്യരല്ല. ചില പ്രത്യേക ആളുകൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളോ സഹായമോ ലഭിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം എടുക്കുന്ന ഏതൊരു പ്രധാന തീരുമാനവും അത് സമയം, സാഹചര്യം, ധാർമ്മികത, തന്ത്രപരമായ നയങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് വിവേകത്തോടെ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതം അപകടത്തിലാക്കാൻ സാധ്യതയുള്ള 5 തരം ആളുകൾ ആരെല്ലാമാണെന്ന് ചാണക്യനീതിയിലൂടെ നമുക്ക് കണ്ടെത്താം. ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം എടുക്കുന്ന ഏതൊരു പ്രധാന തീരുമാനവും അത് സമയം, സാഹചര്യം, ധാർമ്മികത, തന്ത്രപരമായ നയങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് വിവേകത്തോടെ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതം അപകടത്തിലാക്കാൻ സാധ്യതയുള്ള ആ 5 തരം ആളുകൾ ആരെല്ലാമാണെന്ന് ചാണക്യനീതിയിലൂടെ നമുക്ക് കാണാം. ആദ്യമായി പറയാൻ പോകുന്ന ആളുകൾ ആവശ്യമില്ലാതെ ദുഃഖിതനായിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിട്ടും ഒരിക്കലും തൃപ്തരല്ല. അവർ എപ്പോഴും ദുഃഖിതരായിരിക്കും. ഇവരുടെ ജീവിതം എത്ര നന്നായിരുന്നാലും അവർക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയില്ല. ഇത്തരക്കാർ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയുള്ളവരും പുരോഗമിക്കുന്നവരെ പിന്നോട്ട് വലിക്കുവാൻ ശ്രമിക്കുന്നവരുമാണ്. നിങ്ങൾ ഇത്തരക്കാരെ സഹായിക്കാൻ ശ്രമിച്ചാലും അവർ ആ സഹായം മുതലെടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വരുത്തുകയും ചെയ്യും. ഇത്തരക്കാരെക്കുറിച്ച് ചാണക്യൻ ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ്: ജീവിതത്തിൽ തൃപ്തരല്ലാത്തവരും ഒരു കാരണവുമില്ലാതെ എപ്പോഴും ദുഃഖിതരായിരിക്കുന്നതുമായ ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. അങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുവാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഇത്തരം വ്യക്തികൾക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖം മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരെ എപ്പോഴും പിന്നോട്ട് വലിക്കുവാൻ ശ്രമിക്കുന്ന ഈ സ്വഭാവക്കാരെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുക. ഇത്തരക്കാർ നമ്മൾ ചെയ്യുന്ന സഹായം ചൂഷണം ചെയ്യുക മാത്രമേ ചെയ്യൂ. ഒടുവിൽ അവർ നമ്മളെ ഉപേക്ഷിക്കുകയും ഈ സഹായം കാരണം നമുക്ക് തന്നെ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. നിങ്ങളുടെ സഹായം ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ ഇവരെ സഹായിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉള്ളിലെ നന്മ. ഈ വ്യക്തികളെ സഹായിക്കുന്നത് വഴി നമ്മളുടെ സമയം, ഊർജം, മാനസിക സമാധാനം എന്നിവ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അടുത്തതായി പറയുവാൻ പോകുന്നത് അധർമ്മികളും അക്രമികളുമായ ആളുകളെക്കുറിച്ചാണ്. ആചാര്യൻ ചാണക്യൻ്റെ അഭിപ്രായത്തിൽ അധർമ്മികളും അക്രമികളും സഹായം അർഹിക്കാത്ത ഭാഗത്തിൽ പെടുന്നു. ധാർമ്മികത ലംഘിക്കുകയും അധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നവരുടെ സഹായം ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉചിതം. കാരണം അങ്ങനെയുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ധർമ്മത്തെ കളങ്കപ്പെടുത്തുകയും അവരുടെ പാപങ്ങളിൽ നിങ്ങൾക്കും പങ്കാളിത്തം നൽകുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ഇത്തരം അധർമ്മികളുടെ സഹായം കാരണം ഒരു വ്യക്തിയുടെ ജീവിതം പോലും അപകടത്തിലാകുവാൻ സാധ്യതയുണ്ട്. ദുർബലരോ നിസ്സഹായരോ സംസാരശേഷിയില്ലാത്ത മൃഗങ്ങളോ ഉൾപ്പെടെയുള്ള സ്വന്തത്തേക്കാൾ ശക്തി കുറഞ്ഞവരെ ഉപദ്രവിക്കുകയും അവർക്ക് കഷ്ടപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നവരെ സഹായിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മറ്റൊരാളുടെയോ സമൂഹത്തിൻ്റെയോ ഗുണകാംക്ഷിയാകാൻ കഴിയില്ല. സ്ത്രീകൾക്കെതിരെ കയ്യേറ്റം നടത്തുന്ന പുരുഷൻ അതേ നിമിഷം തന്നെ നംപുംസകനായി മാറുന്നു എന്നും ചാണക്യൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അധർമ്മിയുടെ സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് പിന്നീട് വലിയ പശ്ചാത്താപമായി കാരണമായേക്കാം. അതുകൊണ്ട് അധർമ്മത്തിൻ്റെ പാതയിലുള്ള ഒരാളെ സഹായിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായുള്ള ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ്. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികൾക്ക് സഹായം നൽകാതിരിക്കുകയാണ് നല്ലത്. ലഹരിയുടെ പിടിയിൽ അവർ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. ഇവർ പണത്തെ വെള്ളം പോലെ ചെലവഴിക്കുമെന്നും ലഹരിക്ക് വേണ്ടി ആർക്കും നാശനഷ്ടങ്ങൾ വരുത്തുമെന്നും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരം വ്യക്തികൾക്ക് ധനമോ മറ്റ് സേവനങ്ങളോ നൽകുന്നത് അവരുടെ ദുശ്ശീലത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ മാത്രമേ ഉപകരിക്കൂ. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. അടുത്തതായിട്ടുള്ള ഒരു വിഭാഗമാണ് ബുദ്ധിശൂന്യനായ വ്യക്തികൾ. ചാണക്യൻ നിർദ്ദേശിക്കുന്നത് വിഡ്ഢികളുമായി അകലം പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നതാണ്. ബുദ്ധിശൂന്യനായ ഒരാൾക്ക് നിങ്ങൾ ഉപദേശം നൽകുവാൻ ശ്രമിച്ചാൽ അയാൾ അത് കേവലം അനാവശ്യമായ വാദപ്രതിവാദങ്ങൾക്കുള്ള ഒരു വേദിയായി മാറ്റും. നിങ്ങൾ എത്ര തന്നെ അയാളുടെ നന്മ ഉദ്ദേശിച്ച് സംസാരിച്ചാലും അയാൾ ആ വാക്കുകളെ തെറ്റായ അർത്ഥത്തിലെടുക്കും.
അങ്ങനെയുള്ളവരുമായി സമ്പാദിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും പാഴാക്കുക മാത്രമേ ചെയ്യൂ. ഈ ആളുകളുടെ അവരുടെ പാതയിൽ വിടുക. കാരണം കാലത്തിൻ്റെ പ്രഹരത്തിന് മാത്രമേ അവരെ എന്തെങ്കിലും പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമതായുള്ള ആളുകളാണ് മോശമായ സ്വഭാവമുള്ള വ്യക്തികൾ. മോശമായ സ്വഭാവമുള്ള വ്യക്തികൾക്ക് വിശ്വാസ്യത തീരെ ഉണ്ടാകില്ല. അതിനാൽ അത്തരമുള്ള വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുന്നത് തീരെ ബുദ്ധിയുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതവും വിവേകപരവുമായ നടപടി. ദുർഗുണങ്ങളുള്ള ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ കാണപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തും. പാപികളും അധർമ്മികളും തങ്ങൾ നിലനിൽക്കുന്ന ചതിക്കുഴിയിലേക്ക് മറ്റുള്ളവരെ കൂടി തള്ളിവിടാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചാണക്യനീതി അനുസരിച്ച് മോശം സ്വഭാവമുള്ള ഒരാളെ ഒരിക്കലും സഹായിക്കുവാൻ ശ്രമിക്കരുത്. കാരണം ഇവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾ സ്വയം വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോഴി വീഴാൻ സാധ്യതയുണ്ട്. അത്തരം വ്യക്തികളുമായി അടുത്ത് ഇടപഴകുന്നത് കാരണം സമൂഹത്തിലും സ്വന്തം കുടുംബത്തിലും നിങ്ങൾക്ക് അപമാനങ്ങൾ നേരിടേണ്ടി വരും. അതിനാൽ അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ക്ഷേമം സ്ഥിതി ചെയ്യുന്നത്. അമിതമായ സഹായം ഒരു ശീലം പോലെ മാറുമ്പോൾ അത് ആളുകളിൽ രണ്ട് തരത്തിലുള്ള മാറ്റമുണ്ടാക്കുന്നു. ഒന്നാമതായുള്ളത് മുതലെടുപ്പിൻ്റെ മനോഭാവമാണ്. നിങ്ങൾ എപ്പോഴും സഹായവുമായി എത്തുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരു എളുപ്പമുള്ള വ്യക്തിയായി കാണാൻ തുടങ്ങും. നിങ്ങളുടെ സഹായം അവരുടെ അവകാശമെന്ന് അവർ ധരിക്കും. നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു ഉപകരണമായി മാറുന്നു. ചാണക്യൻ്റെ കാഴ്ചപ്പാടിൽ അമിതമായ ലാളിത്യം അപകടകരമാണ്. നിങ്ങളുടെ നന്മയെ അവർ മുതലെടുക്കുവാൻ തുടങ്ങും. രണ്ടാമതായുള്ള മാറ്റങ്ങൾ അമിതമായി ആശ്രിതത്വമാണ്. നിങ്ങൾ നിരന്തരം ഒരാളെ സഹായിക്കുമ്പോൾ ആ വ്യക്തി സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് നിങ്ങളെ ആശ്രയിക്കുവാൻ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾ സഹായം നിർത്തുകയോ വിസമ്മതിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം പെട്ടെന്നൊരു വിദ്വേഷമായി മാറും. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അവകാശം നിങ്ങൾ നിഷേധിച്ചു. ചാണക്യൻ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: നാം വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ വിവേകത്തോടെ തീരുമാനമെടുക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നപരിഹാരത്തിലും നിങ്ങളുടെ വിവേകമാണ് പ്രധാനമെന്നും ചാണക്യൻ പറയുന്നു. വിവേകത്തോടെ എങ്ങനെ തീരുമാനമെടുക്കാം? എല്ലാവരെയും സഹായിക്കേണ്ട ആവശ്യമില്ല. ആരെയാണ് സഹായിക്കേണ്ടത്, എത്രത്തോളം സഹായിക്കണം എന്നതിനെക്കുറിച്ച് വിവേകപരമായ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ സമയം, ഊർജം, വിഭവങ്ങൾ എന്നിവയുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുക. പിന്നീടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കുമ്പോൾ സ്വയം നാശത്തിലേക്ക് പോവുകയാണ്. ചാണക്യൻ ആദ്യം പഠിപ്പിക്കുന്നത് സ്വയം ശക്തനാകാനും നിലനിൽക്കാനുമാണ്. നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് സ്ഥിരമായി സഹായം നൽകുവാനും കഴിയൂ. പിന്നീടുള്ളത് അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ്. നിങ്ങളുടെ സഹായത്തിന് വ്യക്തമായ അതിരുകൾ വെക്കുക. ഒരു വ്യക്തിക്ക് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം നൽകുക. പകരം നിങ്ങൾ നേരിട്ട് പോയി ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കരുത്. അവർക്ക് വളരാനുള്ള അവസരം നൽകുക. അല്ലാതെ അവരെ എപ്പോഴും നിങ്ങൾ താങ്ങി നിർത്തരുത്. ഈ വീഡിയോയിലൂടെ സഹായം ചെയ്യുമ്പോൾ പാലിക്കേണ്ട വിവേകപൂർണമായ സമീപനമാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ആചാര്യൻ ചാണക്യൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ഏതൊരു നിർണായക തീരുമാനവും എടുക്കുമ്പോഴും നാം സാഹചര്യവും ധാർമ്മിക നയങ്ങളും കാലവും പരിഗണിക്കണം. ധാർമ്മികതയില്ലാത്തവരും ബുദ്ധിശൂന്യരും ലഹരിക്ക് അടിമപ്പെട്ടവരും അസൂയ കാരണം എപ്പോഴും ദുഃഖിതരായിരിക്കുന്നവരുമായ വ്യക്തികൾക്ക് സഹായം നൽകുമ്പോൾ അത് നിങ്ങളുടെ ധർമ്മത്തെയാണ് കളങ്കപ്പെടുത്തുന്നത്. അത് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ സഹായിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഖേദത്തിന് കാരണമാവുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അമിതമായ സഹായം ചിലരിൽ ആശ്രിതത്വം വളർത്തുകയും സ്വന്തമായി പ്രശ്നപരിഹാരത്തിന് ഉള്ള കഴിവുകൾ ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കാതെ തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ ഉപയോഗിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുക. മറ്റൊരാളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് പകരം സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പരിശീലിപ്പിക്കുകയാണ് ഏറ്റവും ഉചിതം. ഈ വിവേകം നിലനിർത്തുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക: നിങ്ങൾ നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ ഓരോ പ്രശ്നപരിഹാരവും സമയവും സാഹചര്യവും പരിഗണിച്ച് എടുത്ത വിവേകപൂർണമായ തീരുമാനമായിരിക്കണം. ഈ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സുരക്ഷിതവും വിജയകരവുമായ ഒരു പാത തിരഞ്ഞെടുക്കുക. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.